ഞാൻ ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പലാണ് ഡോക്ടർ ടോമി മാപ്പലകയിൽ. നാളെ മുതൽ 8-ാം തീയതി മുതൽ 18-ാം തീയതി വരെ നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്ററുള്ളത് മെയിൻ്റനൻസിന് വേണ്ടി അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മെയിൻ്റനൻസ് എന്ന് ഉദ്ദേശിച്ച് കഴിയുമ്പോൾ അവിടെ ഓപ്പറേഷൻ ചെയ്യുന്ന രോഗികൾക്ക് അണുബാധ ഉണ്ടാകാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്താനും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡാമേജുകൾ വന്നിട്ടുള്ളത് കറക്റ്റ് ചെയ്യാനും വേണ്ടിയാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. ഇത് പീരിയോഡിക്കലായിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയുമാണ്. സാധാരണ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ എല്ലാ തിയേറ്ററുകളും മെയിൻ്റനൻസിന് വേണ്ടി അടച്ചിടാറുണ്ട്. നമുക്കിവിടെ ഒരു തിയേറ്ററെ ഉള്ളതുകൊണ്ട് അടച്ചിടുമ്പോൾ രോഗികൾക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട്. എങ്കിലും നമുക്ക് മെയിൻ്റനൻസ് ചെയ്തേ പറ്റുകയുള്ളൂ. പകരം സംവിധാനം ഏർപ്പെടുക നമുക്ക് ഒരു തിയേറ്ററേ ഉള്ളൂ. അതുകൊണ്ട് പകരം സംവിധാനം മൈനർ ഓപ്പറേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണെങ്കിലും മേജർ ഓപ്പറേഷനുകളാണെങ്കിൽ ചെയ്യാൻ ഇവിടെ സൗകര്യം ഇല്ലാതെ ഇരിക്കാൻ ഇല്ല എന്നുള്ളത് അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ. അതെ, സിസേറിയൻ പോലെയുള്ള സിസേറിയൻ, അപ്പൻഡിസെക്ടമി തുടങ്ങിയ അത്യാവശ്യ ഘട്ടങ്ങളിൽ വരുന്ന ഓപ്പറേഷനുകളൊക്കെ ഈ ദിവസങ്ങളിൽ റെഫർ ചെയ്യുകയേ നിവൃത്തിയുള്ളൂ. നമുക്ക് വേറെ മാർഗങ്ങളില്ല. അങ്ങനെ അവസരം ഉണ്ടാകുമ്പോൾ അത് നമ്മൾ ഏറ്റവും അടുത്തുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജായിട്ടുള്ള കോട്ടയം മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്യുകയേ നിവൃത്തിയുള്ളൂ. 10 ദിവസത്തേക്ക് 18-ാം തീയതി നാളെ അടയ്ക്കും. നാളെ ഓർത്തോപീഡിക്സിൻ്റെ സർജറി കഴിഞ്ഞാൽ ഉടനെ അടയ്ക്കും. 18-ാം തീയതി രാവിലെ തന്നെ തുറക്കു വെച്ച് 5 ഓപ്പറേഷൻ: ജനറൽ സർജറി, ഗൈനക്ക്, ENT, ഒഫ്താൽമോളജി, പിന്നെ കാഷ്വാലിറ്റി, ഇതൊക്കെയാണ് 5 ഡിപ്പാർട്ട്മെൻറ്റ്. ഓർത്തോപീഡിക്സ്, അങ്ങനെ 5 ഡിപ്പാർട്ട്മെൻറ്റ് കാഷ്വാലിറ്റിയാണ് അവിടെ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ആ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തനം 10 ദിവസത്തേക്ക് ഇല്ലായിരിക്കും. വേറെ നിർവാഹം ഇല്ല താനും. ഇത് ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് വേറെ ഒരു ആൾട്ടർനേറ്റീവ് വെക്കാനും നമുക്ക് നിർവാഹമില്ല.